യുപിയിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം പൊളിയുന്നു. 140 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി. 2 ഘട്ടങ്ങളിലേക്കുള്ള പട്ടികയാണ് തയ്യാറാക്കിയത്. മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഗാന്ധി കുടുംബത്തിന്റെ തട്ടുകമായ അമേഠി, റായ്ബറേലി ഉൾപ്പെടെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 99 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നൽകുകയുള്ളൂ എന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടിയാണ് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. 115 സീറ്റുകളിലെങ്കിലും നൽകിയില്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം വേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ 140 മണ്ഡലങ്ങളിലെ ആദ്യ ഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ലക്നൌവിലെ ഹോട്ടലിൽ തങ്ങി പ്രിയങ്ക ഗാന്ധി തന്നെ ദൂതനെയും മറ്റും അയച്ചുകൊണ്ട് അഖിലേഷുമായി സമവായ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് അഖിലേഷ് യാദവ് തയ്യാറായിരുന്നില്ല. ഇതിനുശേഷം ഗുലാം നബി ആസാദും അഖിലേഷ് യാദവുമായി മറ്റും ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം ഇന്ന് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി ഗുലാം നബി ആസാദ് കൂടിക്കാഴ്ച നടത്തുകയും ഇതിനുശേഷം ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളുകയുമായിരുന്നു. ഈ 99 സീറ്റിൽ എന്ന നീക്കത്തിൽ നിലവിൽ ഒരു സഖ്യത്തിലേക്ക് കോൺഗ്രസ് എന്തായാലും പോകില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നാളെ രാവിലെയോടുകൂടി നടത്തും എന്നാണ് ഗുലാം നബി ആസാദ് മാധ്യമങ്ങൾ മുമ്പാകെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 300 സീറ്റുകളിൽ കുറഞ്ഞ് സമാജ്വാദി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കില്ല എന്ന് നരേഷ് അഗർവാൾ, ഇത് പാർട്ടിയുടെ മുഖ്യ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 24 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ മുലായം സിംഗ് യാദവിന്റെ അടുത്ത അനുയായി അംബിക ചൗധരി ഈ സമാജ്വാദി പാർട്ടി വിട്ട് BSPയിൽ ചേർന്നതും SP-ക്ക് ചെറിയ ഒരു രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ടിന്റെ സർക്കാരിന് അംഗീകാരം. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള ഓർഡിനൻസിൽ ഗവർണർ വിദ്യാസാഗർ റാവു ഒപ്പുവച്ചു. മൃഗസ്നേഹ സംഘടനകൾ കോടതിയെ സമീപിക്കുന്നത് തടയാൻ സുപ്രീം കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷമാണ് ഓർഡിനൻസ് അംഗീകരിച്ചത്. മൃഗസ്നേഹ സംഘടനകൾ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് നാളെ ഞായറാഴ്ച തന്നെ ജല്ലിക്കെട്ട് നടത്തും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പനീർസെൽവം മധുരയിലേക്ക് പുറപ്പെട്ടു. സുപ്രീം കോടതി സ്റ്റേ ചെയ്ത ജല്ലിക്കെട്ട് തമിഴ്നാട് സർക്കാർ ഓർഡിനൻസിലൂടെ നിയമമാക്കി. കേന്ദ്ര നിയമ മന്ത്രാലയവും പരിസ്ഥിതി മന്ത്രാലയവും അംഗീകാരം നൽകിയ ഓർഡിനൻസിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി തുടർന്ന് ഗവർണർക്ക് സമർപ്പിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള മഹാരാഷ്ട്ര ഗവർണർ C വിദ്യാസാഗർ റാവു വൈകിട്ട് 5 മണിക്ക് ജല്ലിക്കെട്ട് ഓർഡിനൻസിൽ ഒപ്പുവെച്ചതോടെ ജല്ലിക്കെട്ടിന് വേണ്ടിയുള്ള ജനകീയ മുന്നേറ്റത്തിന് പരിസമാപ്തിയാവുകയാണ്. മധുരയിലെ അളകാനെല്ലൂരിൽ നാളെ രാവിലെ 10 മണിക്ക് തന്നെ ജല്ലിക്കെട്ട് നടത്താനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. ഇതിനായി മുഖ്യമന്ത്രി പനീർസെൽവം മധുരയിലേക്ക് തിരിച്ചു. മൃഗസ്നേഹി സംഘടന ഓർഡിനൻസ് പുറത്തു വന്നാൽ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷം ഓർഡിനൻസിന് സർക്കാർ അംഗീകാരം നൽകിയത്. നാളെ ഞായറാഴ്ചയായതിനാൽ മൃഗസ്നേഹ സംഘടനയ്ക്ക് സുപ്രീം കോടതിയിൽ തിങ്കളാഴ്ച സമീപിക്കാനാകും മുമ്പേ ജല്ലിക്കെട്ട് നടത്താനാണ് സർക്കാർ തീരുമാനം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ജല്ലിക്കെട്ട് സംഘാടകരുമായും ജില്ലാ അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തി. ജല്ലിക്കെട്ട് മൈതാനങ്ങളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നാളെ രാവിലെ 11-ന് അതാത് ജില്ലകളിലെ മന്ത്രിമാർ ജല്ലിക്കെട്ട് ഉദ്ഘാടനം ചെയ്യും. സുപ്രീം കോടതി സ്റ്റേ ചെയ്ത ജല്ലിക്കെട്ട് കേസിൽ വിധി പറയുന്നത് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഒരാഴ്ചത്തേക്ക് നീട്ടിവച്ചിരുന്നു. അണ്ടല്ലൂർ സന്തോഷ് വധക്കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. രോഹിൻ, മിഥുൻ, പ്രജുൽ, സനിൽ, റിജേഷ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടാൻ RSS BJP നേതൃത്വങ്ങൾ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കണ്ണൂരിൽ കലോത്സവം നടക്കുന്ന പ്രദേശത്ത് പോലും സംഘർഷമുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് RSS എന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM എടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട് സതുദ്ദേശപരമായ നിലപാടാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കേരളത്തെ ഒരു കലാപ സംസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കം RSS ഉപേക്ഷിക്കണം. ബോധപൂർവം കേരളത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്നുള്ള നീക്കം RSSനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അത്തരം നീക്കങ്ങൾ സൗദ്ദേശപരമല്ല, സമാധാനത്തിന് സഹായകരമല്ല. അക്രമം നടത്തുന്ന RSSകാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന് വേണ്ടി തന്നെയാണ് പാർട്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്.
കണ്ണൂർ ധർമ്മടത്ത് സന്തോഷിന്റെ കൊലയ്ക്ക് പിന്നിൽ സ്വത്തു തർക്കമെന്ന് MV ജയരാജൻ. കൊലയ്ക്ക് രാഷ്ട്രീയ നിറം നൽകാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. CPIM പ്രവർത്തകർ പ്രതികളായാൽ സംരക്ഷിക്കില്ലെന്നും MV ജയരാജൻ കോഴിക്കോട് പ്രതികരിച്ചു. കണ്ണൂരിലെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അത് സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ ഒരക്രമവും മരണവുമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള നടപടി. CPMന്റെ ആരെങ്കിലും അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കുകയുമില്ല. വാർത്തകളിലേക്ക്. കേരളത്തിലെ റേഷൻ വീതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനു മുമ്പായി സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിൽ UDF സർക്കാർ വരുത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിശകാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ എത്തിച്ചത്. കേരളത്തിന്റെ റേഷൻ വിഹിതം വെട്ടിക്കുറക്കാൻ കേന്ദ്രത്തിൽ സർക്കാർ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാനിടയാക്കിയത് UDF സർക്കാരിന്റെ കാരണമാണ്. ആ ഒരു സ്ഥിതിവിശേഷം ഉള്ളപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP അടങ്ങുന്ന UDFും BJPയും ഇടത് സർക്കാരിന്റെ പോരായ്മകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുമായി നടക്കുന്നത്. എന്നാൽ ഈ വസ്തുത അറിയുന്നവർ തന്നെ ഇത്തരത്തിലുള്ള അസത്യം പ്രചരിപ്പിക്കുകയാണ് സംസ്ഥാനത്ത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഭക്ഷ്യമന്ത്രിയെയും കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കാനിടയാക്കിയ സാഹചര്യം, അതായത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിൽ വരുത്തിയിട്ടുള്ള ആ ഒരു നടപ്പാക്കേണ്ട സമയത്ത് അത് കൃത്യമായി നടപ്പാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ഈ റേഷൻ വിഹിതം നഷ്ടമായത്. അക്കാര്യം കേന്ദ്രത്തെ ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിന് മുന്നോടിയായിക്കൊണ്ട് UDFന്റെയും BJPയുടെയും നേതാക്കളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരും. അതിനുശേഷം വേണ്ട കൂടുതൽ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകളും അതോടൊപ്പം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സംബന്ധിച്ചുള്ള രേഖകളും തയ്യാറാക്കും. ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായിട്ടും ചർച്ച നടത്തുന്നത്. ഏതായാലും കേരളത്തിന്റെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ആണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഭക്ഷ്യമന്ത്രിയെയും കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. സമീർ വഴങ്ങോടാണ് വിശദാംശങ്ങൾ നൽകിയത്. റേഷൻ അരിക്കായി ജല്ലിക്കെട്ട് മോഡൽ സമരം നടത്തേണ്ടി വരുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സുപ്രീം കോടതി വിധി മറികടക്കാൻ ജല്ലിക്കെട്ടിനായി ഓർഡിനൻസ് കൊണ്ടുവന്നവർക്ക് ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വ്യവസ്ഥകൾ മറികടക്കാൻ നിയമം കൊണ്ടുവരാവുന്നതേയുള്ളൂവെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മുതലുള്ള ഈ സമ്പ്രദായം അത് അട്ടിമറിക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ. അതുകൊണ്ട് കേന്ദ്ര നിയമത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണം. സുപ്രീം കോടതി നിരോധിച്ചതല്ലേ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട്? അവസാനം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്, തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടാവാം എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി തമിഴ്നാട്ടിലെ മക്കൾ നടത്തിയ ജല്ലിക്കെട്ട് സമരത്തെ പോലൊരു സമരം ഈ കേരളത്തിന് വേണ്ടി വരും. അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കേണ്ടി വരും. RSSകാരുടെ ദണ്ഡ ചുമട്ടിയാൽ അരിക്ക് അരി തന്നെ വേണ്ടേ? ദണ്ഡ മതിയോ? ഈ ഭക്ഷ്യവിഹിതം നിഷേധിച്ചുകൊണ്ട് റേഷൻ ഷാപ്പുകളിൽ റേഷൻ വിതരണം സ്തംഭിപ്പിച്ചവർ അവര് തന്നെ സമരവും നടത്തുക. റേഷൻ പുലിയ രൂപയിൽ പോയിട്ട് നിന്നിട്ട് റേഷൻ നിഷേധിച്ചവർ തന്നെ പന്തം കൊളുത്തി പ്രകടനം. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് കോൺഗ്രസിന്റെ വക സമരം, റേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മഹിളാ സമരം, കലമുടക്കൽ സമരം, കഞ്ഞിവെക്കൽ സമരം ഒക്കെ നടത്തുന്നുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ അരി വിഹിതം നമുക്ക് നിഷേധിച്ചത്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കലാകിരീടത്തിൽ ആര് മുത്തമിടുമെന്ന ആകാംക്ഷയിലാണ് ഇവരും. കണ്ണൂരിലെ കലോത്സവം സ്റ്റുഡിയോയിലേക്ക്. നമസ്കാരം, കലയാട്ടത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, എന്തായാലും ഉത്സവം കൊടിയിറങ്ങാണല്ലേ. ഓരോ ഉത്സവങ്ങൾ കൊടിയിറങ്ങുമ്പോഴും നമുക്ക് സങ്കടം തോന്നാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. 7 ദിവസം നീണ്ടുനിന്ന മനോഹരമായൊരു കലോത്സവ കാലത്തിന് കൂടിയാണ് വിരാമമാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ ഇനി ഒരു ദിവസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നാളെ കാര്യമായി അങ്ങനെ മത്സരങ്ങളും മറ്റ് മത്സര ഇനങ്ങളൊന്നുമില്ല. ഇന്ന് 29 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിൽ
20-ലധികം മത്സരങ്ങൾ എന്തായാലും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് വിവിധ വേദികളിലായിട്ട് മറ്റു മത്സരങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ജു, എങ്ങനെയാണ് നിലവിലൊരു പോയിന്റ് നിലയ്ക്ക്? പോയിന്റ് നിലയിൽ ഏതായാലും പാലക്കാട് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിന് വലിയ പോയിന്റിന്റെ വ്യത്യാസത്തിലൊന്നുമല്ല. എങ്കിൽ കൂടി 874 പോയിന്റുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ കണ്ണൂറുകാർക്കെല്ലാം സന്തോഷം പകർന്നുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് കണ്ണൂര്. അതുതന്നെയാണ് ഈ ജനപങ്കാളിത്തം സന്തോഷത്തിനും എല്ലാം കാരണം. എന്തായാലും ആ ഒരു ആവേശം നമുക്ക് കാണാം. കണ്ണൂർ 2ാം സ്ഥാനത്തേക്ക് എത്തിയതിന്റെ എന്തായാലും ഇനിയുള്ള ആ ഒരു മത്സരങ്ങൾ അത് കണ്ണൂരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എത്ര പോയിന്റുകൾ തങ്ങൾ വാരിക്കൂട്ടുമെന്നറിയാൻ കാതോർത്തിരിക്കുകയാണ് ഈ ജനത മുഴുവൻ. 871 പോയിന്റാണ് കോഴിക്കോടിനും കണ്ണൂരിനുമുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. വ്യക്തമായ ഒരു ആധിപത്യം നേടാൻ ഈ ആതിഥേയർക്കാകുമോ എന്ന് തന്നെയാണ് ഈ ജനത ഉറ്റുനോക്കുന്നത്. വരുൺ, എന്തായാലും അതെ, നമുക്ക് ഇനിയിപ്പോ ഒരു നാടൻ പാട്ടിന്റെ ദ്രുത താളം കേട്ടാലോ? തീർച്ചയായും. ആരാണ്? ആലത്തൂർ BSSലെ ഒരു കൂട്ടം കുട്ടികൾ എന്തായാലും നമുക്കൊപ്പമുണ്ട്. ആ കാഴ്ചകളിലേക്ക് ഗന്ധവല്ലി അണിഞ്ഞൊരു വീര ഗന്ധർവാസ വിമാനവാസി ഗഗനാനി തെരഞ്ഞിലയ്ക്കാ പരിപിട ഗഗനാനി ലഭിപ്പോ. ഗന്ധവല്ലി അണിഞ്ഞൊരു വീര ഗന്ധർവാസ വിമാനവാസി ഗഗനാനി തെരഞ്ഞിലയ്ക്കാ പരിപിട ഗഗനാനി ലഭിപ്പോ. മുത്തുമാല അണിഞ്ഞൊരു വീര ചിത്ത ജ്ഞാന വേണു രൂപ ചിത്ത മൊത്ത മഹിത മോതക ചിത്ത മോതകരാ. മുത്തുമാല അണിഞ്ഞൊരു വീര ചിത്ത ജ്ഞാന വേണു രൂപ ചിത്ത മൊത്ത മഹിത മോതക ചിത്ത മോതകരാ. ആദിരാലേ കുമാരൻ വാതിലൊന്ന് കടന്ന് എന്തായാലും നാടൻപാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നല്ലേ അരുൺ? അതെ, എന്തായാലും ഇനിയിപ്പോ നമുക്ക് തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇനി കലോത്സവ നഗരിയെ വർണ്ണാഭമാക്കിയ ഒരു സംഘനൃത്തത്തിലേക്ക്. പത്തു കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ
സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും അവതരണം കൊണ്ട് മാത്രമല്ല തെരഞ്ഞെടുത്ത വിഷയം കൊണ്ടുകൂടിയാണ് വിതുര ഗവൺമെന്റ് സ്കൂളിലെ നാടകം ശ്രദ്ധേയമായത്. മനുഷ്യബന്ധങ്ങളിലെ അകൽച്ച അർത്ഥമായി അവതരിപ്പിക്കുന്ന പവർ കട്ട് എന്ന നാടകം. മനുഷ്യബന്ധങ്ങൾ ശോഷിച്ചു പോകുന്നതിന് സമർത്ഥമായി വരച്ചു കാട്ടുന്നതായിരുന്നു വിതുര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ നാടകം. വൈദ്യുതി നിലയ്ക്കുന്ന സമയത്ത് മാത്രം പരസ്പരം മിണ്ടുന്നവരാണ് ഈ കുടുംബം. മനസ്സിൽ നന്മ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ നാടകമെന്ന് അധ്യാപകൻ പറഞ്ഞു. ഈ നാടകത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈ മാറുന്ന ലോകത്ത് എത്രയൊക്കെ വേഗതയിൽ നമ്മൾ നടന്നാലും മനസ്സിൽ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം അഥവാ നന്മ, ആ പഴയ കാലത്തിൻ്റെ നന്മ കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ്. ജനറൽ വിഭാഗം നാടകത്തിൽ 32 ടീമുകളാണ് മത്സരത്തിനെത്തിയത്. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ. തനതു ശൈലിയിൽ നിന്നും വേർപെട്ട കലോത്സവ പരുവമാണ് വേദികളിലെ വഞ്ചിപ്പാട്ട്. അവതരണ രീതിയിൽ തന്നെ വ്യത്യാസം വരുത്തിയാണ് കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സര ഇനമാകുന്നത്. കേട്ടുപരിചയിച്ച ഈണമാണ് കലോത്സവ വേദികളിലെ വഞ്ചിപ്പാട്ടിന്റെ സ്വീകാര്യത. അതല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ വേളയിൽ പള്ളിയോടങ്ങളിൽ തട്ടി ഓളപ്പരപ്പിൽ അലിഞ്ഞു ചേരേണ്ട വഞ്ചിപ്പാട്ടിന്റെ കലോത്സവ പരുവം ആരു കാണാനാണ്? തനതു ശൈലിയിൽ നിന്ന് വേറിട്ട് സൗകര്യപൂർവ്വം കലോത്സവ വേദിക്ക് ഇണങ്ങും വിധമുള്ള പരുവപ്പെടുത്തലാണ് മത്സരവേദികളിലെ വഞ്ചിപ്പാട്ട്. തട്ടിയെടുക്കാൻ പാകത്തിൽ വർഷങ്ങളുടെ പൊടി പിടിച്ചു കിടക്കുന്ന ചരിത്രം വഞ്ചിപ്പാട്ടിനുമുണ്ട്. ഇന്ന് ആഘോഷവേദികളിൽ ആവേശം സൃഷ്ടിക്കുമ്പോൾ ഓരോ തുഴപ്പാടിനിടയിലും ആയാസം കണ്ടെത്താനുള്ള തുഴക്കാരന്റെ നെടുവീർപ്പിന്റെ വിയർപ്പിന്റെ പാട്ടായിരുന്നു അക്കാലത്ത് വഞ്ചിപ്പാട്ട്. താളനിബദ്ധമായി പള്ളിയോടങ്ങളിൽ പാടിത്തുഴയുന്നത് ഒരിക്കൽ കണ്ടവരാരും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടവരാത്തിടത്തു നിന്നും വഞ്ചിപ്പാട്ടിന്റെ വഞ്ചി തുഴയില്ലാതെ തോന്നിയ ദിക്കിലേക്ക് ഒഴുകുമ്പോൾ ക്യാപ്സ്യൂൾ പരുവത്തിലെങ്കിലും കലോത്സവ നഗരികൾ വഞ്ചിപ്പാട്ടിനെ നിലനിർത്തുന്നു എന്ന ആശ്വാസം മാത്രം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖൻ അർഹനായി. സാമൂഹിക സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 50,000 രൂപയാണ് അവാർഡ്. ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം പ്രൊഫസർ C രവിചന്ദ്രനും ലഭ്യമായി. 10,000 രൂപയാണ് അവാർഡ് തുക. ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ KN ഗംഗാധരനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ജനുവരി 25-ന് തിരുവനന്തപുരത്ത് അവാർഡുകൾ വിതരണം ചെയ്യും.